തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥി ഡോക്ടർ ഷഹാനയോട് സുഹൃത്തായിരുന്ന ഡോക്ടർ റുവൈസ് മുഖത്തു നോക്കി പണം ആവശ്യപ്പെട്ടെന്നതിന് തെളിവായി ഡോക്ടർ ഷഹാനയുടെ ആത്മഹത്യാക്കുറിപ്പ്. ആത്മഹത്യാക്കുറിപ്പിൽ റുവൈസിനെ കുറിച്ച് ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളതെന്നും പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആദ്യം ആത്മഹത്യാക്കുറിപ്പിൽ ഒന്നുമില്ലെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. റുവൈസിനെ രക്ഷിക്കാനും ശ്രമിച്ചു. ചതിയുടെ മുഖംമൂടി തനിക്ക് അഴിച്ചുമാറ്റാൻ കഴിഞ്ഞില്ലെന്ന് ഡോക്ടർ റുവൈസിനെ കുറിച്ച് ഡോക്ടർ ഷഹാന പറയുന്നു. അവന് പണമാണ് വേണ്ടത്. അത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഞാൻ എന്തിന് ജീവിക്കണം? ജീവിക്കാൻ തോന്നുന്നില്ല. ഈ ചതിക്ക് പകരമായി നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ ഫ്യൂച്ചർ ബ്ലാങ്ക് ആണ്. ഇനി ഒരാളെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല. സഹോദരി ഉമ്മയെ നന്നായി നോക്കണമെന്നും ഷഹാന ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. ഈ കുറിപ്പിൽ നിറയുന്നതും സ്ത്രീധന മരണത്തിന്റെ സൂചനയാണ്. പണം ചോദിച്ചിട്ടില്ലെന്നും നേരത്തെ വിവാഹം നടത്തണമെന്ന ആവശ്യത്തിനെ മാത്രമേ എതിർത്തിട്ടുള്ളൂവെന്നുമായിരുന്നു റുവൈസിന്റെ നിലപാട്. അതിനിടെ ഷഹാന സുഹൃത്ത് മാത്രമായിരുന്നുവെന്ന റുവൈസിന്റെ മൊഴി പോലീസ് തള്ളി. ഇരുവരും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ച് യാത്രകൾ നടത്തിയ ചിത്രങ്ങളും പോലീസ് കോടതിയിൽ നൽകി. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് റുവൈസ് ഷഹാനയോട് പണം ആവശ്യപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. പ്രതി ഇക്കാര്യം സമ്മതിച്ചതായും റുവൈസിന്റെ ജാമ്യാപേക്ഷ എതിർത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ഇത് ഇപ്പോൾ റുവൈസ് അംഗീകരിക്കുന്നില്ല. ആത്മഹത്യാക്കുറിപ്പിലെ വാചകം കോടതി ഗൗരവത്തോടെ എടുത്താൽ റുവൈസിന് അഴിക്കുള്ളിൽ തുടരേണ്ടി വരും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഷഹാനയുടെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നുമാണ് റുവൈസിന്റെ ആരോപണം. പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമാണ് തന്റെ അറസ്റ്റെന്നും കോടതിയിൽ റുവൈസിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. സ്ത്രീധനം ചോദിക്കുന്നത് കുറ്റകരമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടെ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിരുന്നു. പഠനത്തിനു ശേഷം വിവാഹം നടത്താനാണ് തീരുമാനിച്ചതെന്നും എന്നാൽ വിവാഹം വേഗം വേണമെന്ന് ഷഹാന നിർബന്ധിച്ചിരുന്നതായും അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നതായും റുവൈസിന്റെ ജാമ്യാപേക്ഷയിലുണ്ട്. കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് തനിക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ റുവൈസ് വാദിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്തതിനാൽ തന്റെ കക്ഷിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന് റുവൈസിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ മരിച്ച പെൺകുട്ടിയും സമർത്ഥയായിരുന്നുവെന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് P. ഗോപിനാഥ് ഇതിന് മറുപടി നൽകിയത്. ഒരു കാരണവശാലും സ്ത്രീധനം ആവശ്യപ്പെടാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് ഡോക്ടർ റുവൈസ് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. Call 9037242243. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം PG വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ ഷഹാനയുടെ ആത്മഹത്യയിലാണ് ഡോക്ടർ EA റുവൈസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം PG വിദ്യാർത്ഥിയായ റുവൈസിനെ കേസിൽ പ്രതിയായതിനു പിന്നാലെ സസ്പെൻഡ് ചെയ്തിരുന്നു. PG മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഇയാളെ നീക്കം ചെയ്തു. ഷഹാനയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റുവൈസിന്റെ പിതാവും കോൺട്രാക്ടറുമായ റഷീദും പ്രതിയാണ്. ഇയാൾ ജാമ്യം നേടിയിട്ടുണ്ട്. ഡിസംബർ 6-ാം തീയതി രാത്രിയാണ് ഷഹാനയെ മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി ICUവിൽ ഡ്യൂട്ടിക്കെത്തേണ്ടിയിരുന്ന ഷഹാനയെ കാണാത്തതിനാൽ സഹപാഠികൾ ഫ്ളാറ്റിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനസ്തേഷ്യക്കുള്ള മരുന്ന് കുത്തിവെച്ചാണ് യുവ ഡോക്ടർ മരിച്ചതെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. മുറിയിൽ നിന്ന് ഷഹാനയുടെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. 150 പവനും 15 ഏക്കറും BMW കാറുമാണ് റുവൈസും കുടുംബവും സ്ത്രീധനമായി ചോദിച്ചതെന്നായിരുന്നു ഷഹാനയുടെ ബന്ധുക്കളുടെ ആരോപണം. ഷഹാനയും റുവൈസും അടുപ്പത്തിലായിരുന്നു. തുടർന്ന് റുവൈസാണ് വിവാഹാലോചനയുമായി മുന്നോട്ട് വന്നത്. ഇതിന്റെ ഭാഗമായി ഇരു വീട്ടുകാരും സംസാരിച്ചിരുന്നു. എന്നാൽ ഇത്രയും വലിയ സ്ത്രീധനം നൽകാനാകില്ലെന്ന് പറഞ്ഞു. 5 ഏക്കറും ഒരു കാറും നൽകാമെന്ന് അറിയിച്ചിട്ടും റുവൈസിന്റെ കുടുംബം തയ്യാറായില്ലെന്നും ഉയർന്ന സ്ത്രീധനം തന്നെ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചുനിന്നതായും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു.